അർജുനെ അന്നെ കൊണ്ടുവരുന്ന പറഞ്ഞു കഴിഞ്ഞാല് പൊക്കി കൊണ്ടുവരും. കാരണം അങ്ങനെ ഗംഗാവലിപ്പുഴയിൽ ഇടാൻ വിചാരിച്ചില്ല ഓനെ ഈ ഗംഗാവലിപ്പുഴയിൽ ഇട്ട് പോവാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഓനെയും കൊണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ കൊണ്ടിട്ടേ പോവുള്ളൂ. നമസ്കാരം. അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. അർജുന്റെ ലോറി കണ്ടെത്തി, അതോടൊപ്പം തന്നെ മനാഫ് പറയുന്ന മുൻപൊക്കെ പറയുന്ന രീതിയിലേക്ക് അർജുൻ ലോറിക്കുള്ളിൽ തന്നെയുണ്ട് എന്നുള്ള രീതിയാണ്. അപ്പോ അർജുനെയും ലോറിയെയും കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കുറച്ചു മുമ്പ് വരെ ലക്ഷ്മന്റെ ചായക്കടക്ക് തൊട്ടടിയിൽ തന്നെ അർജുൻ ഉണ്ടാകും എന്ന് മനാഫ് വാശി പിടിച്ചിരുന്നു. അത് തീർച്ചയായും സ്ഥിരീകരിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോ അർജുന്റെ ലോറിയും അർജുനെയും തിരിച്ചു കിട്ടിയിരിക്കുന്നത്. അർജുന്റെ ബോഡി തിരിച്ചെടുക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മുടെ കേരള സമൂഹം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അതായത് ഒരാൾ ഒരു കൂടപ്പിറപ്പ് അല്ലെങ്കിൽ ഒരു ഡ്രൈവർ മിസ്സാവുന്നു, അതോടനുബന്ധിച്ച് അത്രയേറെ രീതിയിലേക്ക് മനാഫ് പറയുന്നു എനിക്ക് അർജുനെ വേണം, തിരിച്ചു കിട്ടണം എന്ന് പറയുന്ന രീതിയിലേക്ക്, അത് വല്ലാത്ത രീതിയിലേക്ക് ശരിക്കും എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. അർജുനെ തിരിച്ചു വേണം, ലോറിയോടൊപ്പം അർജുനെ തിരിച്ചു വേണം എന്നുള്ള മനാഫിന്റെ ദൃഢമായ നിശ്ചയം അല്ലെങ്കിൽ ദൃഢമായ വാശിയാണ് ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത്. നമുക്കറിയാം 2-3 തവണ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും പല രീതിയിലേക്കും ഈ തെരച്ചിൽ തുടരണം, എനിക്ക് അർജുനെ വേണം എന്ന് തിരിച്ച് മനാഫിന്റെ വാശിയിൽ തന്നെയാണ് ഈ അർജുനെയും ലോറിയും മനാഫിനെ തിരിച്ചു കിട്ടാൻ കാരണം. അത്രയേറെ ഈ വിഷയത്തിൽ പറയണം. കാര്യം കേരളത്തിൽ വളരെ വ്യത്യസ്തമായുള്ള ഒരു കാഴ്ചപ്പാടാണ്. പലരും മിസ്സായി പോയി, ഇനി തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് വീണ്ടും പൊരുതിയിട്ട് എനിക്ക് അർജുനെയും ലോറിയെയും വേണം എന്നുള്ള രീതിയിലേക്ക് വരാനുള്ള സാഹചര്യം ശരിക്കും കേരള സമൂഹം ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മനാഫ് ശരിയാണ്. മനാഫിന്റെ വാക്കുകളിലേക്ക്. മനാഫ്, ലോറി കണ്ടു കിട്ടിയോ? അതെ, കിട്ടി. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങള്? ഞാൻ അന്ന് മുതൽ പറയുന്ന കാര്യമാണ്, ഇതിന്റെ ഉള്ളില് അർജുനുണ്ട്, വെള്ളത്തില് ലോറിന്റെ ഉള്ളില്. ശരി, ഓൻ ഉറങ്ങതിന് ഇപ്പൊ ബോഡി എടുക്കാൻ പോവാണ്. അതിന്റെ ഉള്ളിൽ അർജുൻ ലോറിക്കുള്ളിലുണ്ടോ? ഉള്ളിലുണ്ട്. ഞാൻ പറയുന്നത് ഏത് ഭാഗത്ത് തരത്തിലാണ് കിട്ടിയത്? ഇത് ലക്ഷ്മൺ നായകിന്റെ കടന്റെ പിന്നിൽ നിന്നാണ് കിട്ടിയത്. നമ്മൾ പലവട്ടം പറഞ്ഞാണ് ലക്ഷ്മൺ നായകിന്റെ കടന്റെ പിന്നിൽ സെർച്ച് ചെയ്യാന്. ഇപ്പൊ അത് പ്രകാരം അവിടുന്ന് കിട്ടി. ഇത് ജസ്റ്റ് ലോറി പൊന്തിക്കും, ഓൻ എടുക്കും. ആ ലോറി എനിക്ക് അവരെ ആവശ്യമില്ല. ആ ലോറിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട്, ചന്ദനുണ്ടോ, ഇനി എന്തുണ്ട്, ഈ ആളുകൾ ഇതിനെ കൊത്തിപ്പറിച്ച് തിന്ന ആളുകൾക്ക് പരിശോധിച്ചിട്ട് തൃപ്തിപ്പെടാം. ഓക്കെ, കളപ്പണം ഉണ്ടോ ഒക്കെ നോക്കിക്കളി. ഞാൻ പറയുന്നത് പല തവണ നിങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാണല്ലേ? അതെ, ഞാൻ പ്രാവശ്യമായി പറയുന്നുണ്ട്, പല വട്ടത്ത് നിർത്തിപ്പോയത്. അതിന്റെ സാഹചര്യത്തിൽ നിങ്ങളെ വളരെ വല്ലാത്ത രീതിയിലേക്ക് ആക്രമിക്കുന്ന രീതി വരെ ഉണ്ടായി. അതെ, അതൊന്നും കുഴപ്പമില്ല. നമ്മളെ ചെക്കനെ കിട്ടിയല്ലോ എന്നുള്ളതാണ്. അവർ മരണപ്പെടും, അതൊരു തീർച്ച, അത് നമുക്കറിയാം. അതിലിപ്പോ ഒന്നും പറയാനില്ല. വിധി അത്രേ ഉള്ളൂ. ഓനക്ക് അത്ര ആയുസുള്ളതിന്. പക്ഷെ ഓന്റെ വീട്ടിൽ എത്തിച്ചു കൊടുക്കും ഞാൻ. ആ ബോഡി ഞാൻ വാക്ക് പാലിക്കും. നിങ്ങൾ എന്തു പറഞ്ഞോ ആ ദൗത്യത്തിലേക്ക് എത്തി. കേരളം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഒരു ലോറി മിസ്സായതിനപ്പുറത്തേക്ക് അവനെ തിരിച്ചു വേണമെന്ന് താങ്കൾ പലപ്പോഴും പറഞ്ഞപ്പോഴും പല ആളുകളും നിങ്ങൾക്ക് എന്തിനാണ് അദ്ദേഹത്തെ ഇതിന് പിന്നാലെ പോകുന്നത് എന്ന് പറഞ്ഞ ആളുകളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒരു നാണിക്കട്ടെ, വേറെ എന്ത് പറയാനാ, നാണിക്കട്ടെ. ഒരാളെങ്കിലും പോകുമ്പോ ഞണ്ടിന്റെ സ്വഭാവമാവരുത്. ഹലോ, ഞണ്ടാവരുത്. നമ്മളെല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാരോടും. നിങ്ങൾ വരുമ്പോ കൂടെ നിൽക്കുക. ഈ വണ്ടി താങ്കളതാണ്, ഭാരത് ബെൻസ് ആണെന്ന് നിങ്ങൾ സ്ഥിരീകരിച്ചു? അതെ, ഭാരത് ബെൻസ് ആണ്, ഒക്കെ സ്ഥിരീകരിച്ചു. ഒരു സംശയമില്ല ഒന്നിനും. ഓക്കെ. അർജുനെയും ലോറിയെയും തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്തയ്ക്ക് അപ്പുറത്തേക്ക് മനാഫിന് പറയാനുള്ളത്, ഒരുപാട് മുൻപ് തന്നെ മനാഫ് പറഞ്ഞിരുന്നു ഈ സ്ഥലത്താണ് അർജുനും ലോറിയും ഉള്ളത് എന്നുള്ളത്. അത് ഉദ്യോഗസ്ഥന്മാർ കേൾക്കാത്ത സാഹചര്യമാണോ എന്താണ് എന്നുള്ളത് അറിയില്ല. കുറച്ച് മുമ്പ് വരെ 4-5 ഉദ്യോഗസ്ഥന്മാർ സ്പെഷ്യലി വന്ന് ഹൂക്കുകളിട്ട് ആരൊക്കെ വരാനുണ്ട്, MLA മാരടക്കം വന്നിട്ട് മാത്രമാണ് ഇത് പുറത്തെടുക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് നിന്നായിരുന്നു. അപ്പൊ അതൊക്കെ സൂചിപ്പിക്കുന്നത് ശരിക്കും അർജുന്റെ ലോറി തന്നെ ആയിരുന്നു എന്നുള്ളതാണ്.
കൃത്യമായ വാർത്ത ലഭിച്ചതിനപ്പുറം മാത്രമാണ് പുറത്തുവിടണം എന്നുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. എന്തായാലും അർജുനെയും ലോറിയെയും തിരിച്ചു കിട്ടിയിരിക്കുന്നു. വളരെ ഒരുപാട് ദിവസങ്ങളായുള്ള പ്രയത്നം ഒടുവിൽ അവസാനിച്ചിരിക്കുന്നു. അർജുനെയും ലോറിയെയും തിരിച്ച് കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പൊ അർജുനെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കുക എന്നുള്ളതാണ് മനാഫിന്റെ ദൗത്യം എന്നാണ് പറയുന്നത്. ഇതുവരെ മനാഫിനെ പിന്തുടർന്ന് ആക്രമിച്ച ആളുകൾക്കൊക്കെ ഒരു വാക്ക് തന്നെയാണ്, അതായത് മനാഫിന്റെ വാക്കുകൾ കേൾക്കണം, അതായത് എന്നെ ആക്രമിച്ചവരൊക്കെ ഇത് വന്ന് കാണണം എന്നുള്ളതാണ്. അപ്പോ എന്തായാലും ഒരുപാട് നാളത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം അർജുന്റെ ലോറി തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നുള്ള വാർത്ത കേരള സമൂഹം ശരിക്കും ചർച്ച ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വിഷയം വീണ്ടും പറയുകയാണ്, ഒരു കൂടെപ്പിറപ്പ് മിസ്സാവുന്നു. ആ മിസ്സായതിനപ്പുറത്തേക്ക് എനിക്ക് അവരെ വേണം എന്നുള്ള വാശി, അതാണ് ശരിക്കും ഈ ഒരു സംഭവത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത്. 100% ഇത്തരം രീതിയിലേക്ക് കേരളം ഉണർന്നു വരേണ്ടതുണ്ട്. ലോറി കാണാതായപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് അവിടെ ഇത്രയേറെ തെരച്ചിൽ നടത്താൻ വേണ്ടി സമ്മർദ്ദം വരുന്നതെന്ന് കർണാടക സർക്കാരിനോട് ചോദിച്ചപ്പോൾ അന്ന് പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ ഒരു മലയാളി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആ മലയാളി ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള സംഭവം ഇപ്പൊ എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. ഇത്രയേറെ കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇത്രയേറെ ബുദ്ധിമുട്ടി ഒരാളെ തിരിച്ചു വേണം എന്ന് പറയുന്ന സാഹചര്യം, ആ സാഹചര്യത്തിന് സർക്കാരും മറ്റുള്ള രീതിയിലേക്ക് സമ്മർദ്ദം ചെലുത്തി ഈ ഒരു രീതിയിലേക്ക് ജനങ്ങളുടെ മുന്നിൽ ഇത്തരം ഒരു വാർത്ത എത്തിക്കാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യം തന്നെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. കേരള സമൂഹം ഇത് ചർച്ച ചെയ്യണമെന്ന് വീണ്ടും പറയാണ്. കാര്യം ഇത്തരം ഒരു സംഭവങ്ങൾ ശരിക്കും ഉണ്ടാവാൻ പാടില്ല. ഞാൻ ഒരുപാട് സംസാരിക്കാറുള്ള ലോറി ഡ്രൈവർമാരെ കുറിച്ച്. എന്തുകൊണ്ട് അർജുൻ അവിടെ കിടന്നുറങ്ങാനുള്ള സാഹചര്യം ഉണ്ടായി എന്ന് വരെ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. കാര്യം ലോറി ഡ്രൈവർമാർ നമ്മളുടെ സഹോദരന്മാരാണ്. ആ ലോറി ഡ്രൈവർമാരെ ഇനി അവഗണിക്കുന്ന രീതി ഒരിക്കൽ പോലും ഉണ്ടാവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു ദിവസം എല്ലാവരും കൂടെ പണി മുടക്കിയാൽ കേരളം പട്ടിണിയിലാവുന്ന സാഹചര്യം വളരെ വിദൂരമല്ല. കാര്യം ലോറി ഡ്രൈവർമാർക്ക് ഒന്ന് കിടന്നുറങ്ങാൻ സ്ഥലമില്ല, ഒന്ന് ബാത്റൂമിൽ പോകാൻ സ്ഥലമില്ല. ഇതൊക്കെ സർക്കാർ കണ്ടറിയണം എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കാര്യം അർജുൻ അവിടെ കിടന്നുറങ്ങിയത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഉരുൾപൊട്ടലിൽ, ഈ ഒരു മണ്ണിടിച്ചിലിൽ അദ്ദേഹം ഉൾപ്പെട്ടത് എന്ന് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. അത്തരം ഒരു സാഹചര്യം ഇനിമേലിൽ ഒരാൾക്കും ഒരു ഡ്രൈവർക്കും ഉണ്ടാവരുത് എന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.